ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 555 ടൈമർ ഐസി വെച്ചിട്ടുള്ള ഒരു റെക്ടാങ്കുലർ വേവ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള സർക്യൂട്ടും അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗുമാണ്. അപ്പോൾ അതിന് ഓൾറെഡി സർക്യൂട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വേവ് നമ്മുടെ റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മൾ സർക്യൂട്ടിലേക്ക് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻ നമ്പർ 8ഉം 4ഉം ഷോർട്ട് ചെയ്ത് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിൻ നമ്പർ 6ഉം 2ഉം ഷോർട്ട് ചെയ്ത് ഒരു കപ്പാസിറ്റർ വഴി പിൻ നമ്പർ 1ൽ എർത്ത് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 1 ഡയറക്റ്റ് എർത്താണ്. പിൻ നമ്പർ 5ല് ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ 0.01 മൈക്രോഫാരഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ പിൻ നമ്പർ 6നും 7നും ഇടയ്ക്ക് റെസിസ്റ്റർ R2 കണക്ട് ചെയ്തിട്ടുണ്ട്. പിൻ നമ്പർ 8, 4ഉം ഷോർട്ട് ചെയ്തതിലും 7നും ഇടയ്ക്ക് R1 എന്നുള്ള റെസിസ്റ്റർ വഴി VCC സപ്ലൈ അപ്ലൈ ചെയ്തിരിക്കുന്നു. VCC സപ്ലൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു +5 വോൾട്ടിനും 12 വോൾട്ടിനും ഇടയിലാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്ന വേവ് ഫോം ആണ് ഇതിൽ കാര്യമായി നോക്കേണ്ടത്. ഇവിടെ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് VCC ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വേവ് ഫോം ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ താഴെ കിട്ടുന്ന ഒരു സ്ക്വയർ വേവ്. സ്ക്വയർ വേവിന് നിങ്ങൾക്കറിയാം ഒരു ഹൈ പൊസിഷൻ ഉണ്ട്. അതായത് 0 വോൾട്ട് മുതൽ VCC വരെ കാണിക്കുന്ന പൊസിഷനാണ് ഹൈ എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലോ പൊസിഷൻ ഉണ്ട്. അതായത് ഹൈ പൊസിഷൻ ഇല്ലാതെ ഡിസ്ചാർജിങ് ടൈം എന്ന് എഴുതി കാണിച്ചിട്ടുള്ള സ്ഥലത്താണ് അത് ലോ പൊസിഷൻ പറയും. അപ്പോൾ ഹൈ എന്നുള്ള ചാർജിങ് ടൈമിന്റെ പൊസിഷനെ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ 1 ആയി എടുക്കും. ഡിസ്ചാർജിങ് ടൈമിന്റെ പൊസിഷനെ നമ്മൾ 0 ആയിട്ടും കണക്കാക്കാറുണ്ട്. അല്ലെങ്കിൽ ബൈനറി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഹൈക്ക് 1 എന്നും ലോക്ക് 0 എന്നും കൊടുക്കാം. അത് ഡിജിറ്റലിലാണെങ്കിലും അങ്ങനെ തന്നെ. എന്തായാലും നമ്മൾ ഇങ്ങനെ സർക്യൂട്ട് വയർ ചെയ്ത് കഴിഞ്ഞ് VCC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കുന്ന VCCയുടെ 1/3 ഭാഗം വരെ 1/3 ഭാഗം നമുക്ക് എത്ര വോൾട്ടേജ് ആണ് കിട്ടുന്നത് അത്ര വരെ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം സ്ക്വയർ വേവിന്റെ റൈസിംഗ് എഡ്ജാണ്. പിന്നെ അവിടെ നിന്ന് 1/3 ഭാഗം VCCയുടെ തൊട്ട് 2/3 ഭാഗം വരെയുള്ള ചാർജിങ് ടൈമാണ് നമ്മളുടെ എന്ത് കിട്ടുന്നത് ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ സ്ക്വയർ വേവ് സ്റ്റഡി ആയിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന ഏരിയ. ഇനി എപ്പോഴാണ് VCCയുടെ 2/3 ഭാഗം എത്തുന്നത് അവിടെ വെച്ച് നമ്മൾ ഇതിന്റെ ഫോളിംഗ് എഡ്ജ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു VCCയുടെ 2/3 ഭാഗം മുതൽ പിന്നെ നെക്സ്റ്റ് അടുത്തത് എപ്പോഴാണ് ആ വോൾട്ടേജ് താന്ന് VCCയുടെ 1/3 ഭാഗം വരെ എത്തുന്നത് അത്രയും ഏരിയയ്ക്ക് നമ്മൾ ഡിസ്ചാർജിങ് ടൈം എന്നാണ് പറയുക. ആ ഡിസ്ചാർജിങ് ടൈമിലാണ് നമുക്കൊരു ലോ പൾസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു ഹൈ പൾസ് ഉണ്ടായത് 1/3 VCC മുതൽ 2/3 VCC വരെയുള്ള ഭാഗത്താണ് ചാർജിങ് ടൈമിലാണ് നമുക്ക് ഒരു ഹൈ പൾസ് ഉണ്ടാവുന്നത്. ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ കപ്പാസിറ്റർ C ആണ്. സിക്കൊപ്പം ചേർന്നിട്ടുള്ള റെസിസ്റ്റർ R2 ആണ് തീരുമാനിക്കുക ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം എത്ര സെക്കൻഡ്സ് നിലനിൽക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ് R2 കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിന്റെ ഇതേ രൂപത്തിൽ തന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു LED കണക്ട് ചെയ്യുന്ന രൂപമാണ് LED ഫ്ലാഷർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മാല ബൾബുകളിലും മറ്റുള്ള സർക്യൂട്ടുകളിലും നമ്മൾ മാല ബൾബുകളും മാറി മാറി കത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ റെസിസ്റ്റർ R2 സിയുടെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിലെ LED മിന്നുന്നതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് സാധിക്കും. സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ വല്ലാതെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവുകയില്ല. സ്പീഡിന്റെ നിയന്ത്രണം അതായത് സാധിക്കുന്നത് റെസിസ്റ്റർ R2 സിയുടെയും വാല്യൂയിലുള്ള വേരിയേഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സർക്യൂട്ട്. ഈ സർക്യൂട്ട് നേരത്തെ തന്നെ സർക്യൂട്ടിൽ നമ്മൾ ഒരു റെസിസ്റ്ററും LEDയും കണക്ട് ചെയ്തു. ആ റെസിസ്റ്റർ R എന്ന് പറയുന്നത് LEDയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് റെസിസ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ LED ഫ്ലാഷർ സർക്യൂട്ടിന്റെ വർക്കിങ്ങും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ന് പഠിക്കുന്ന സർക്യൂട്ട് 555 വെച്ചിട്ടുള്ള അസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. അസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷനിൽ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആയിട്ടാണ് ഈ IC വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
എപ്പോഴും ഔട്ട്പുട്ട് പവർ സപ്ലൈ DC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഇതേ തരം ഐസിക്ക് തന്നെ മോണോസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷനും ഉണ്ട്, ബൈസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷനും ഉണ്ട്. മോണോസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷനിൽ നമ്മളൊരു എക്സ്റ്റേണൽ പൾസ് പുറത്തു നിന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. ബൈസ്റ്റേബിൾ മോഡ് ഓഫ് ഓപ്പറേഷനിൽ അതുപോലെ തന്നെ 2 വട്ടം നമ്മൾ എക്സ്റ്റേണൽ പൾസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും.